കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾക്ക് കൊടിയേറിയ കാലമാണ്. CPM എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമ സിൻഡിക്കേറ്റുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമാണ്. പാർട്ടിയിലുള്ളതും ഇല്ലാത്തതും ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ വാർത്തകളും അല്ലെങ്കിൽ എല്ലാ കുശുമ്പുകളും കുന്നായ്മകളും ഒക്കെ കാലാകാലങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ധാരാളമായിട്ട് വരും. പാർട്ടിക്കകത്ത് ഗ്രൂപ്പാണ്, വിഭാഗീയതയാണ്, പിന്നെ പല നേതാക്കന്മാരും സ്ത്രീലമ്പടന്മാരാണ്, അവിഹിതമായിട്ട് പണം സമ്പാദിക്കുന്നവരാണ്. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഈ പ്രസ്ഥാനത്തെ ദൂഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ സത്പേരിന് കളങ്കം ചേർക്കാൻ വേണ്ടിയിട്ട് അച്ചടിച്ച് വിടുന്നു. പണ്ട് മുതലുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോഴും അതിന് യാതൊരു കുറവുമില്ല, യാതൊരു മാറ്റവുമില്ല. ഈ മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം, മാധ്യമ പ്രവർത്തകരുള്ളിടത്തോളം കാലം, മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളിടത്തോളം കാലം ഇതുപോലെയുള്ള ദുഷ്പ്രചരണം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊന്നും പാർട്ടിക്ക് ഏൽക്കുകയില്ല, പാർട്ടിയെ ഏശുകയില്ല എന്നുള്ള വേറെ വിഷയമാണ്. കാരണം പാർട്ടിയിലെ അണികൾ, പാർട്ടി വിശ്വാസികൾ, പാർട്ടി പ്രവർത്തകർ, പാർട്ടി അംഗങ്ങൾ ഇവരാരും ഈ തരം യാതൊരു നുണപ്രചരണവും വിശ്വസിക്കുകയില്ല. പാർട്ടിയെ സ്നേഹിക്കുന്നവരാരും ഈ മനോരമയിലും അതുപോലെ മറ്റ് പത്രങ്ങളിലും വരുന്ന വാർത്തകൾ ഒരു കാരണവശാലും വിശ്വസിക്കുകയില്ല. പാർട്ടിയിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി വരും. അതിനുള്ളൊരു പ്രത്യേക തരത്തിലുള്ള കുത്തിവയ്പ്പ് ചെയ്തിട്ടാണ് ഇവരെ പാർട്ടിയിലേക്ക് എടുക്കുന്നത്. പിന്നെ മനോരമയിലും മാതൃഭൂമിയിലും മറ്റ് പത്രങ്ങളിലും വരുന്നൊരു വാർത്തയും ഈ സഖാക്കൾ വിശ്വസിക്കുകയില്ല. അവർ ദേശാഭിമാനിൽ വരുന്ന സത്യങ്ങൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതിലാണെങ്കിൽ പാർട്ടിക്ക് അഹിതകരമായിട്ടുള്ള ഒരു വാർത്ത വരികയുമില്ല. ഏതായാലും ഇപ്പോഴും ഈ നുണപ്രചരണങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലാത്ത ഒരു കാര്യമാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം നഗരത്തിനകത്ത് വഞ്ചിയൂർ ഏരിയ സമ്മേളനം നടന്നു. വഞ്ചൂർ ഏരിയ സമ്മേളനം നടത്തിയത് വഞ്ചൂർ കോടതിയുടെ അടുത്ത് തന്നെയാണ്. വഞ്ചൂരിലാണ് തിരുവനന്തപുരത്തെ ജില്ലാ കോടതിയും മറ്റ് അനുബന്ധ കോടതികളുമൊക്കെ പ്രവർത്തിക്കുന്നത്. ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് അധികം ദൂരെയല്ല വഞ്ചൂർ. അപ്പോൾ അവിടെ നടക്കുന്ന ഏരിയ സമ്മേളനത്തിൽ വഞ്ചൂർ ഇങ്ങനെ സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഏരിയ സമ്മേളനത്തിന് ഏരിയ കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള സ്ഥലമാണ്. കാരണം 4 ഭാഗത്ത് വക്കീലാഫീസുകളാണ്, പിന്നെ കോടതിയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വാണിജ്യ സ്ഥാപനങ്ങളാണ്. അവിടെ ഒന്നും ഒരു പന്തലിട്ട് ഈ പരിപാടി നടത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് വഞ്ചൂരെ പാർട്ടി സഹാക്കൾ ചെയ്തു. നമ്മുടെ മരുമോൻ്റെ വകയായിട്ടുള്ള റോഡുകൾ അവിടെ ഉണ്ട്, PWD റോഡ്. ആ റോഡിൻ്റെ ഒരു ഭാഗത്ത് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചെറിയൊരു പന്തലിട്ട് വളരെ ലളിതമായ രീതിയിൽ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ മാപ്രകളൊക്കെ കൂടി അയ്യോ റോഡ് കയ്യേറി, ഇവിടെ ബഹുജനങ്ങളുടെ ഗതാഗത സൗകര്യം തടസ്സപ്പെടുത്തി, ആംബുലൻസുകൾക്ക് പോകാൻ പറ്റുന്നില്ല, കാറുകൾക്ക് പോകാൻ പറ്റുന്നില്ല, KSRTC ബസ്സുകൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുകിലായി പുക്കാറായി TV ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു. അതേക്കുറിച്ച് ചർച്ച നടത്തുന്നു. പിറ്റേ ദിവസം മലയാള മനോരമ, മാതൃഭൂമി മുതലായ ഈ പത്രങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ മുഖപ്രസംഗം എഴുതുന്നു. ഗതാഗത സൗകര്യം തടസ്സപ്പെടുത്തി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇത് വല്ലതും സത്യമാണോ? ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണ് വഞ്ചൂർ ഡിവിഷൻ കൗൺസിലർ ഗായത്രി ബാബു എന്ന് പറഞ്ഞൊരു ധീരവനിതയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അവർ പറയുന്നത് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പാർട്ടിക്കാർ എന്താണ് നടു റോഡിൽ സമ്മേളനം നടത്താത്തതെന്ന് ആ നാട്ടുകാർ ഇങ്ങോട്ടും ഒന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് അവിടെ നടത്താൻ തീരുമാനിച്ചത്, അല്ലാതെ വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ടല്ല. വേറൊരു സ്ഥലം വാടകയ്ക്കെടുത്ത് നടത്താൻ പാർട്ടിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല. നടു റോഡിൽ തന്നെ സമ്മേളനം നടത്തണം എന്ന് വഞ്ചൂരെ ബഹുജനങ്ങൾ, ബഹുഭൂരിപക്ഷം ആളുകളും കൗൺസിലറെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടു. ഈ കൗൺസിലറുടെ അച്ഛനാണ് ആ പാർട്ടിയുടെ വഞ്ചൂർ ഏരിയ സെക്രട്ടറി. അങ്ങനെ ഏരിയ സെക്രട്ടറിയും മകളും കൂടി ആലോചിച്ച് എന്നാൽ നമുക്ക് കോടതിയുടെ മുമ്പിലുള്ള സ്ഥലത്ത് നടത്തിക്കളയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടെ പന്തലിട്ട് നടത്തിയതാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ആകെ ബുദ്ധിമുട്ടുണ്ടായത് ഈ മാപ്പറകൾക്ക് മാത്രമാണ്, അതായത് മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ്. പിന്നെ ഈ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ എഡിറ്റോറിയൽ എഴുതാനിരിക്കുന്ന തൂലിക തൊഴിലാളികൾക്ക് മാത്രമാണ്. ജനങ്ങൾ ഇതിനെ 2 കൈ നീട്ടി സ്വീകരിച്ചു. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കുമായിരുന്നില്ലേ എന്നാണ് ശ്രീമതി ചോദിക്കുന്നത്. അത് ശരിയാണ്. പ്രത്യേകിച്ച് പിണറായി സഖാവ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയോടുകൂടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ റോഡ് കയ്യേറി എന്തെങ്കിലും സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഉടനെ പോലീസ് കേസെടുക്കേണ്ടതാണ്. കാരണം മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു സംവിധാനമാണ് കേരള പോലീസ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം. അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പാർട്ടി സമ്മേളനത്തിൽ അഹിതകരമായി എന്തെങ്കിലും ഒരു സാധനം കണ്ടെത്തിയാൽ അതിൻ്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ അടുത്ത മാസം അയാൾ ശമ്പളം മേടിക്കുന്നത് കാസർഗോഡ് നിന്നായിരിക്കും. മിക്കവാറും അയാൾക്ക് സസ്പെൻഷൻ തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഗായത്രി ബാബു പറയുന്ന രീതിയിൽ പോലീസിൻ്റെ പെർമിഷൻ ഉണ്ടായിരുന്നോ ഇല്ലെന്ന് പുള്ളിക്കറിയില്ല.
ഇനി ഇല്ലായിരുന്നെങ്കിൽ തന്നെ പോലീസ് നടപടി എടുത്തില്ല. അപ്പോൾ കുറ്റം പോലീസിൻ്റെ ഭാഗത്താണ്. ആ പാർട്ടി സമ്മേളനം ജില്ലയായിട്ട് നടന്നു എന്ന് മാത്രമല്ല, ഈ മാപ്രകളെ ഗോവിന്ദൻ മാഷ അടക്കമുള്ള ആളുകൾ പരിഹസിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവരൊക്കെ തലയിൽ കൂടി മുണ്ടിട്ടാണ് നടക്കുന്നത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ആരും വിചാരിച്ചാലും പറ്റുകയില്ല. പാർട്ടിക്ക് ഒരു കാലത്തും കീർത്തി ഉണ്ടായിട്ടില്ല. കീർത്തിയില്ലാത്തവരെ അപകീർത്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ. മാനമില്ലാത്തവർക്ക് മാനനഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ മാനഭംഗപ്പെടുത്തി കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവർ വിട്ടികളുടെ സ്വർഗത്തിലാണ്. പ്രത്യേകിച്ച് ഗോവിന്ദ മാഷിനെ പോലെ താത്വികനായിട്ടുള്ള ഒരാൾ ആ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വഞ്ചൂർ ബാബുവിനെ പോലുള്ളവർ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്, വി ജോയിയെ പോലുള്ള വിപ്ലവകാരികൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏത് വാർത്ത വന്നാലും അവിടെ യേശുകയില്ല. കാണ്ടാമൃഗത്തിനെ വെല്ലുന്ന തൊലിക്കെട്ടിയാണ് ഈ പാർട്ടി സഹാക്കൾക്ക് എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗം എനിക്കെതിരായിട്ട് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതായാലും പാർട്ടിക്കാർ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് കരുതി സമാധാനിച്ചാൽ മതി. പണ്ട് പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിപ്ലവകാരികളെ കൊണ്ട് സമ്പന്നമായി ഈ പാർട്ടി. അത് അംബോഷനിസം മരുമോനിസത്തിൻ്റെ കാലത്ത് വഞ്ചൂരിൽ നട റോഡിൽ സമ്മേളനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വേറെ തമാശയും കൂടി ഉണ്ട്. പാതയോരത്ത് പൊതുയോഗം നടത്തരുത് എന്ന് പറഞ്ഞ് വിധി പുറപ്പെടുവിച്ച ഒരു ഹൈക്കോടതി നമ്മുടെ നാട്ടിലുണ്ട്. പാതയോരത്തല്ല, പാതയുടെ നടുവിൽ, പാതയുടെ മധ്യത്തിൽ സമ്മേളനം നടത്തുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും നമുക്കെല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്, ഔത്സുക്യമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ശുംഭന്മാരായ ന്യായാധിപന്മാർ എന്ത് പറയും എന്നറിയാനായിട്ട്. ഏതായാലും വിപ്ലവം ജയിക്കട്ടെ. ലാൽ സലാം സഖാക്കളെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.